ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇത് കോൺഫിഡൻസിനെ കുറിച്ചിട്ടാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ കോൺഫിഡൻസിനെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, പിന്നെ എങ്ങനെ സെൽഫ് കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യേണ്ടത്, പിന്നെ വേണ്ടാത്ത ഒരു തിങ്കിങ്, അതായത് ഓവർ തിങ്കിങ് ആവാം, നെഗറ്റീവ് തിങ്കിങ് ആവാം, പിന്നെ പോസിറ്റീവ് തിങ്കിങ്ങോടെ കൂടി എങ്ങനെ ഇരിക്കണം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത് ഞങ്ങളുടെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും ഫൗണ്ടേഷനായിട്ടാണ് ഇത് ഉപയോഗകരമാണ്. അതായത് ഇതാണ് ബേസ് ആയിട്ടുള്ളത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഞങ്ങൾ ബിൽഡപ്പ് ചെയ്യേണ്ടത് ഡെയിലി മിറർ നോക്കിയിട്ട് ഒരു ഐ കോണ്ടാക്റ്റ് വെച്ചിട്ട് നന്നായി സെൽഫ് ടോക്കാണ് വേണ്ടത്. അപ്പോൾ ഇതിലൂടെ ഞങ്ങൾ ജോലിക്ക് പോകുമ്പോൾ, ഇൻ്റർവ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഹെൽപ്ഫുള്ളാണ്. പിന്നെ ഓവറോൾ ബോഡി ലാംഗ്വേജും ഇംപ്രൂവ് ചെയ്യാനും, പിന്നെ നമുക്ക് വേണ്ടതുപോലെ ഞങ്ങളുടെ ഗോളിനൊക്കെ റീച്ച് ചെയ്യാനും ഹാർഡ് വർക്കിലൂടെ, പിന്നെ വിത്ത് കോൺഫിഡൻസ് കൂടി ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ എപ്പോഴും ബുക്ക് വായിക്കാനും, പിന്നെ ഇംഗ്ലീഷ് മൂവി നോക്കാനും ഇങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഒരുപാട് സംസാരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പറ്റി അറിവുണ്ടാവുന്നതും, പിന്നെ ഞങ്ങളെപ്പറ്റി കുറേ ഞങ്ങൾക്ക് അറിയാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു സെൽഫ് ടൈം, അതായത് സെൽഫ് ലവ്, സെൽഫ് കെയർ എന്നും പറയും. അപ്പോൾ ഇതിലൂടെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഡെയിലി കോൺഫിഡൻസ് വളർത്താൻ വേണ്ടിയിട്ട് മിറർ നോക്കി സംസാരിക്കണം. പിന്നെ എന്നെക്കൊണ്ട് ഐ ക്യാൻ ഡു ഇറ്റ്, പിന്നെ ദിസ് ഡേ ഈസ് ഫോർ മീ, ഇങ്ങനത്തെ ചില ഫ്രേസസ് ഉപയോഗിക്കുന്നതിലൂടെ തന്നെ ഞങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് എനർജി നിറയുന്നതും, പിന്നെ ഓപ്പോസിറ്റായിട്ടുള്ള വ്യക്തികളെ ഞങ്ങൾക്ക് ഈസിയായി ഫേസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ ഞങ്ങൾ ഫേസ് ചെയ്യാൻ തുടങ്ങിയാൽ തന്നെ പല പ്രോബ്ലംസും ഞങ്ങൾക്ക് കുറച്ച് കിട്ടാൻ ഇത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യുമ്പോൾ, പിന്നെ കോൺഫിഡൻസിലൂടെ പ്രവർത്തിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അതായത് പബ്ലിക് പ്ലേസ് ആവാം, പിന്നെ വേറെ വർക്ക് പ്ലേസ് ആവാം, വീട്ടിലാവാം, പിന്നെ എവിടെ ചെന്നാലും നമ്മൾ കോൺഫിഡൻസിലൂടെ മിണ്ടുമ്പോൾ അവോയ്ഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം എന്ന് പറയുന്നത് നെഗറ്റീവ് തിങ്കിങ് ആണ്. നെഗറ്റീവ് തിങ്കിങ് ഒരുപാട് നമ്മളുടെ ഒരു ബിഹേവിയർ, ഞങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തീരെ നശിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് തിങ്കിങ്, നെഗറ്റീവ് സെൽഫ് ടോക്ക് ഉണ്ടാവാൻ പാടില്ല. അതായത് എക്സാമ്പിളിന്, എന്നെക്കൊണ്ടാവില്ല, വേറെവരെന്ത് ചിന്തിക്കും, അവരെന്താ ആലോചിക്കുന്നത് എന്നെക്കുറിച്ച്, ഇങ്ങനെയൊക്കെയാണ് പൊതുവെ ഞങ്ങൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ നെഗറ്റീവ് തിങ്കിങ് കംപ്ലീറ്റായി സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ നെഗറ്റീവ് സെൽഫ് ടോക്കും പാടില്ലാത്തതാണ്. അത് നമുക്ക് വേറെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഞങ്ങളുടെ ലൈഫിൽ
ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്ത പോലെയാണ്. അപ്പോൾ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഫുൾ ആൻഡ് ഫുള്ള് ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ നല്ല സുഹൃത്തുക്കളെ നമ്മൾ അക്കമ്പനി ചെയ്യുക. അതായത് വർക്ക് പ്ലേസിലാവാം, പിന്നെ സ്വന്തം സ്കൂൾ ഫ്രണ്ട്സ് ആവാം, കോളേജ് ഫ്രണ്ട്സ് ആവാം. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിലൂടെ തന്നെ നമുക്ക് പോസിറ്റീവ് ആസ്പെക്റ്റ് വരും ലൈഫിൽ. ഞങ്ങളുടെ ഗോളിനെ പറ്റിയിട്ട്, ജീവിതത്തിൽ എന്തൊക്കെയാണ് നേടേണ്ടത്, എന്താണ് എൻ്റെ ഒരു റോൾ എന്താണ് ജീവിതത്തിൽ, ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതിലൂടെ തന്നെ നമുക്കിതൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ആദ്യമായിട്ട് ഒഴിവാക്കേണ്ടത്. പിന്നെ എപ്പോഴും പോസിറ്റീവ് ആൾക്കാരുടെ കൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ നോക്കുക ലൈഫിൽ. അപ്പോൾ എന്തൊക്കെ പ്രശ്നം വന്നാലും ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ടോ ഇല്ലെങ്കിൽ ആ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് നമുക്കതൊരു കോൺഫിഡൻസ് തരുന്നതാണ്. ഉള്ളിലൂടെ ഒരു സെൽഫ് കോൺഫിഡൻസ് ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾ അറിയുന്നതിലൂടെ, ഞങ്ങളുടെ കുറിച്ച് ഞങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. വേറെവർക്ക് അറിയുന്ന ഇതിനെ സംബന്ധിച്ചുള്ളതോടൊപ്പം ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ ഞങ്ങളുടെ പറ്റി ഞങ്ങൾക്ക് നന്നായി അറിയുന്നതിലൂടെ തന്നെ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ പഠിക്കുക. സെൽഫ് ലവ്, സെൽഫ് കെയർ, അപ്പോൾ സെൽഫ് ടൈം, മോട്ടിവേഷനിലൂടെ തന്നെ ട്രാവൽ ചെയ്യാൻ നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.